നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സമരങ്ങൾ നടത്തി ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതും ജനങ്ങളെ പരിഹസിക്കുന്നതും തികഞ്ഞ ഇരട്ടത്താപ്പും ബാലിശവുമായ കാര്യവുമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞു. സമരങ്ങൾ നടത്തി ശക്തി സംഭരിച്ച് അധികാരത്തിൽ വന്ന പാർട്ടിയും സർക്കാരും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സമരങ്ങളെ അധിക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും ബാലിശവും തികഞ്ഞ ഇരട്ടത്താപ്പുമാണെന്ന് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ്. സിൽവർ ലൈനിന്റെ ഭാഗമായി മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ വന്നതിനെ പ്രതിരോധിച്ചവർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിന്റെ 3ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശാ വർക്കർമാരും അങ്കണവാടി ജീവനക്കാരുമടക്കം സമൂഹത്തിന്റെ താഴെത്തട്ടിൽപ്പെട്ടവർ അവരുടെ വളരെ കുറഞ്ഞ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് ആർക്കും ഭൂഷണമല്ല. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് കരുതാൻ ന്യായമില്ലെന്നും കേരളത്തെ തകർക്കുന്ന പദ്ധതിക്കെതിരെ ജാഗ്രതയോടെ പ്രതിരോധമുയർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടഞ്ചിറ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് MP മത്തായി, കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് പുതുശ്ശേരി, റൂബിൽ രാജ്, VJ ലാലി, സലീം P മാത്യു, കുഞ്ഞുകോശി പോൾ, റോസ്ലിൻ ഫിലിപ്പ്, ബേബി ജോസഫ്, AG അജയകുമാർ, TS സലീം, മുരുകേഷ് നടക്കൽ, വർഗീസ് ആന്റണി, സുധാ കുര്യൻ, ഷിബു പുഞ്ചയിൽ, ബാബു കുരീത്ര, സൈന തോമസ്, CP ഓമനകുമാരി, സിന്ധു ജെയിംസ് കാലാവടക്കൻ, മജീദ് ഖാൻ എന്നിവർ പ്രസംഗിച്ചു. സ്ഥിരം സമരപ്പന്തലിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്ന AT വർഗീസിനെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.